പുറത്ത് മഴ അപ്പോഴും പെയ്യുകയായിരുന്നു. CI കാർത്തിക് പതുക്കെ കണ്ണുകൾ തുറന്നു. തലയിൽ ശക്തമായ വേദന. ടോർച്ച് നിലത്ത് തകർന്നു കിടക്കുന്നു. ആദിത്യനെ കെട്ടിയിരുന്ന കസേര ശൂന്യം. "ആദിത്യൻ" അദ്ദേഹം ഉറക്കെ വിളിച്ചു. മറുപടിയില്ല. പക്ഷേ നിലത്ത് ഒരു പഴയ സ്കൂൾ ഗ്രൂപ്പ് ഫോട്ടോ കിടക്കുന്നുണ്ടായിരുന്നു. കാർത്തിക് അത് എടുത്തു നോക്കി. 15 വർഷം മുൻപെടുത്ത ചിത്രം. മുൻനിരയിൽ ചെറിയ കുട്ടികൾ. അവരുടെ ഇടയിൽ ആര്യയും രാഹുലും. പിന്നിൽ അധ്യാപകർ. ഫോട്ടോയുടെ ഏറ്റവും വലതുവശത്ത് ഒരു മനുഷ്യൻ. മുഖം പകുതി മാത്രം കാണാം. എന്നാൽ അയാളുടെ വലതു കൈ വ്യക്തമായിരുന്നു. അതിൽ പാമ്പിൻ്റെ രൂപമുള്ള അതേ വെള്ളിമോതിരം. കാർത്തിക്കിൻ്റെ ഹൃദയമിടിപ്പ് കൂടി. ഇയാൾ അതും ഇവർക്കൊപ്പമുണ്ടായിരുന്നോ? ഫോട്ടോയുടെ പിന്നിൽ ഒരു സ്കൂളിൻ്റെ പേര്. സെയിൻറ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂൾ. കാർത്തിക് നേരെ അവിടേക്ക് പോയി. സ്കൂൾ അപ്പോൾ അടഞ്ഞു കിടക്കുകയായിരുന്നു. പഴയ രേഖകൾ സൂക്ഷിച്ചിരുന്ന മുറി തുറന്നു. പൊടി പിടിച്ച രജിസ്റ്ററുകൾ പരിശോധിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു വൃദ്ധനായ മുൻ അധ്യാപകൻ അടുത്തു വന്നു. "ആരെ അന്വേഷിക്കുകയാണ്?" കാർത്തിക് ഫോട്ടോ കാണിച്ചു. അധ്യാപകൻ്റെ മുഖം പെട്ടെന്ന് മാറി. "ഈ ചിത്രം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഈ മനുഷ്യൻ ആരാണ്?" അധ്യാപകൻ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. ശേഷം പറഞ്ഞു, "ഇയാൾ അധ്യാപകനല്ല." "പിന്നെ?" "സ്കൂളിലെ ഇലക്ട്രീഷ്യൻ." "പേര്?" അധ്യാപകൻ പതുക്കെ പറഞ്ഞു, "മാധവൻ." കാർത്തിക് ഉടൻ പഴയ രേഖകൾ പരിശോധിച്ചു. മാധവൻ 15 വർഷം മുൻപ് ജോലി രാജിവച്ചിരുന്നു. അതിനുശേഷം ആരും അയാളെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു പഴയ ഫയൽ താഴെ വീണു. അതിൽ ഒരു പരാതി. ഒരു കുട്ടിയെ ഭീഷണിപ്പെടുത്തിയതിന് മാധവനെതിരെ അന്വേഷണം. പരാതി നൽകിയ കുട്ടിയുടെ പേര് കണ്ടപ്പോൾ കാർത്തിക് ഞെട്ടി. ആര്യ. അതേസമയം ബിഗ് ബേഗ് ഫോൺ ചെയ്തു. "സാർ, ആദിത്യൻ്റെ മൊബൈൽ സിഗ്നൽ കിട്ടി." "എവിടെ?" "പഴയ റെയിൽവേ ഗോഡൗണിൽ." കാർത്തിക് അവിടെ എത്തിയപ്പോൾ ഗോഡൗൺ വാതിൽ പാതി തുറന്നിരുന്നു. അകത്ത് ഇരുട്ട്. ടോർച്ച് തെളിച്ച് പതുക്കെ നടന്നു. പെട്ടെന്ന് ഒരു ശബ്ദം. "കാർത്തിക്!" അത് ആദിത്യൻ്റെ ശബ്ദമായിരുന്നു. അദ്ദേഹം ഓടിച്ചെന്നു. പക്ഷേ അവിടെ ആദിത്യനില്ല. ഒരു മൊബൈൽ ഫോൺ മാത്രം. അതിലൊരു വീഡിയോ പ്ലേ ആയി. സ്ക്രീനിൽ കൈകൾ കെട്ടിയ നിലയിൽ ആദിത്യൻ. അവൻ്റെ മുന്നിൽ മുഖംമൂടി ധരിച്ച ഒരാൾ. ആ വ്യക്തി ക്യാമറയിൽ നോക്കി പറഞ്ഞു, "നിങ്ങൾ സത്യത്തിൻ്റെ വളരെ അടുത്തെത്തി. ഇനി ഒരാൾ കൂടി മരിക്കും." വീഡിയോ പെട്ടെന്ന് അവസാനിച്ചു. അതേ നിമിഷം ഗോഡൗണിൻ്റെ പിന്നിൽ നിന്ന് ഒരു നിലവിളി. കാർത്തിക് ടോർച്ചെടുത്ത് ഓടി. പക്ഷേ അവിടെ ഒരു വെള്ള സ്കാർഫ് മാത്രം. ആ സ്കാർഫ് കാർത്തിക് തിരിച്ചറിഞ്ഞു. അത് ആര്യ വിവാഹരാത്രിയിൽ ധരിച്ചിരുന്ന സ്കാർഫായിരുന്നു. അദ്ദേഹം അത് കയ്യിലെടുത്തു. സ്കാർഫിൻ്റെ അറ്റത്ത് ചുവന്ന നൂലുകൊണ്ട് ഒരക്ഷരം മാത്രം എഴുതിയിരുന്നു. "M." കാർത്തിക് പതുക്കെ പറഞ്ഞു, "M ഫോർ മാധവൻ." അതേസമയം അകലെയൊരിടത്ത് ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം. കാർത്തിക് പുറത്തേക്കോടി. കാർ ഇരുട്ടിലേക്ക് മറഞ്ഞു. പക്ഷേ അതിൻ്റെ പിൻചില്ലിൽ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. "ട്രസ്റ്റ് നോ വൺ." കാർത്തിക് നിശ്ചലനായി. കാരണം അതേ സ്റ്റിക്കർ ആദിത്യൻ്റെ കാറിലും ഉണ്ടായിരുന്നു. ഇന്നത്തെ ചോദ്യം: മാധവൻ യഥാർത്ഥ കുറ്റവാളിയാണോ? അതോ യഥാർത്ഥ കുറ്റവാളി മാധവൻ്റെ പേരുപയോഗിച്ച് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എഴുതൂ.